നമസ്കാരം. 34 വർഷത്തെ ഹൈന്ദവ ലോകത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ് കേന്ദ്ര സർക്കാർ. ദക്ഷിണ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഉമാ ഭഗവതി ക്ഷേത്രം. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. 1990-ൽ കാശ്മീർ താഴ്വരയിൽ നടന്ന യുദ്ധത്തിൽ മതഭീകരർ ഈ ക്ഷേത്രം തകർത്തു കളഞ്ഞിരുന്നു. ഇതിന്റെ പുനർനിർമ്മാണത്തിനായുള്ള ശ്രമത്തിലായിരുന്നു നാളിതുവരെയും കാശ്മീരിലെ ഹൈന്ദവ ജനങ്ങളും കേന്ദ്ര സർക്കാരും. ആ ശ്രമത്തിന് ഫലം കണ്ടിരിക്കുകയാണിപ്പോൾ. ഉമാ ഭഗവതി ക്ഷേത്രം ജൂലൈ 14-ന് ഭക്തർക്കായി തുറന്നു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുക. ഉമാ ഭഗവതി അസ്തബൻ ട്രസ്റ്റ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഉമാദേവിയുടെ വിഗ്രഹവും അന്നേ ദിവസം ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഭക്തർക്കായി ക്ഷേത്രം തുറന്നു നൽകുന്നത്. ഇത് പ്രദേശത്തെ പ്രാദേശിക ഹിന്ദുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. 1990-ൽ നശിക്കപ്പെട്ട ക്ഷേത്രം വീണ്ടെടുക്കുന്നതിനായി 10 വർഷം മുമ്പ് ഉമാ ഭഗവതി അസ്തബൻ ട്രസ്റ്റ് ആരംഭിക്കുകയും ക്ഷേത്രത്തിന്റെ നവീകരണം ആരംഭിക്കുകയും ചെയ്തു. കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി ഭക്തർ എത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ഉമാ ഭഗവതി ക്ഷേത്രം. കാശ്മീരി പണ്ഡിറ്റുകളുടെ ദേവതയാണ് ഉമാദേവി. ഓംകാരത്തിന്റെ ആകൃതിയുള്ള നീരുറവകളാണ് ക്ഷേത്രത്തിലുള്ളത്. ഉമാ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഈ വർഷം ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീർ സർക്കാർ 4 കോടി രൂപയുടെ DPR തയ്യാറാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.